ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ MP ഹൈബി ഈഡൻ, ഈ ഹൈബി ഈഡനെ ഈ മുനമ്പത്തുകാർ വരവേൽക്കുമോ? ഹൈബി ഈഡൻ ഇവിടെ വന്നാൽ ഇവിടുത്തെ ആളുകളെ അടിച്ചോടിക്കും. അതെന്താ കാരണം? ക്രൈസ്തവ സഭ നേരിട്ട് ഇവിടുത്തെ MP മാരോട് പറഞ്ഞു വഖഫ് ബില്ലിനെ അനുകൂലിക്കണം. പക്ഷെ ഹൈബി ഈഡൻ അനുകൂലിച്ചോ? അപ്പോൾ ക്രൈസ്തവ സഭയുടെ ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷ, ഒരു അഭ്യർത്ഥന അതുപോലും തള്ളിക്കളഞ്ഞ MP മാരാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. വാസ്തവത്തിലെ ക്രൈസ്തവ സമൂഹവുമായി നല്ല ബന്ധം പുലർത്തി പോകുന്ന ഒരു പ്രസ്ഥാനമാണ് BJP. കേരളത്തിൽ BJPയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് ഹിന്ദുക്കളുടെ ഇടയിൽ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇപ്പോൾ ഈ മുനമ്പത്തെ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കല്ലേ, നിയമം കൊണ്ട് നിങ്ങൾക്കൊരു ഗുണവുമില്ല, ഇത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കല്ലേ. അപ്പോൾ ഈ തെറ്റിദ്ധാരണ, ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനം കുറേ കൊല്ലമായി BJPക്കെതിരെ നടക്കുകയാണ്. വർഗീയ കാലാകാലങ്ങളായി ഈ മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ചവരാണ് ഇടതുപക്ഷവും വലതുപക്ഷവും. വലതുപക്ഷം മുനമ്പത്ത് പന്തലിൽ വന്നിട്ട് പറയും ഇവിടുന്ന് ആരും കുടിയൊഴിക്കപ്പെടില്ല. പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഓഫീസിൽ നിന്ന് പറയും ഇവിടുന്ന് ആരും കുടി ഒഴിപ്പിക്കാൻ ആരും വരില്ല. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് സമയം കുടി ഒഴിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇവർ തന്നെയാണ്. ഒരു കാര്യം ചെയ്യട്ടെ, ഇവർ പരസ്യമായി അങ്ങ് പ്രഖ്യാപിച്ചാൽ പോരെ, വഖഫ് ബോർഡ് എടുത്തു മാറ്റണം, മുനമ്പത്തെ ജനങ്ങൾ അവരുടെ പണം കൊടുത്ത് മേടിച്ച ഭൂമി വഖഫാണെന്ന് പറഞ്ഞ് ഒരാൾ പോലും ഇനി മുനമ്പത്തേക്ക് വരാൻ പാടില്ല എന്ന് ധൈര്യപൂർവ്വം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല? എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല? മുസ്ലിം ലീഗിനെ കാണുമ്പോൾ മുട്ടിടിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലും അടർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഇവർ രണ്ടുപേരും കൂടി മുനമ്പത്തെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. കാരണം പാവങ്ങളായ ജനങ്ങളാണ്. അവരുടെ കടപ്പാടം നഷ്ടപ്പെടുന്ന ഒരു വിഷയത്തിൽ അവർ അശരണരായി അഭയം പ്രാപിക്കുകയാണ്. അവിടെയാണ് നരേന്ദ്രമോദി സർക്കാർ ഈ മുനമ്പം പോലെ ഭാരതത്തിലെ പല സ്ഥലങ്ങളിലും പാവപ്പെട്ടവരുടെ ഭൂമി വഖഫിൻ്റെ പേരിൽ പിടിച്ചെടുക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള മൂന്നാമത്തെ പ്രസ്ഥാനമാണ് വഖഫ്. ഇന്ത്യൻ പാർലമെൻറ്റ് പോലും വഖഫിൻ്റെ ആണ് എന്ന്, അല്ലെങ്കിൽ വഖഫിന് എഴുതി കൊടുക്കാൻ തയ്യാറായ ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ. അവർക്ക് വോട്ട് ബാങ്കാണ് വലുത്. ഇപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം BJPയോടൊപ്പം, അഥവാ ഈ വഖഫിൻ്റെ വിഷയത്തിൽ BJP എടുത്ത നിലപാടിനൊപ്പം വരുന്നു എന്ന് കാണുമ്പോഴാണ് ഇത്തരം നിരാശാജനകമായ പ്രസ്താവനകളുമായി ഇവർ വരുന്നത്. വാസ്തവത്തിൽ നിരാശ മുനമ്പത്തെ ആളുകൾക്കല്ല, നിരാശ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ MP ഹൈബി ഈഡൻ, ഈ ഹൈബി ഈഡനെ ഈ മുനമ്പത്തുകാർ വരവേൽക്കുമോ? ഹൈബി ഈഡൻ ഇവിടെ വന്നാൽ ഇവിടുത്തെ ആളുകളെ അടിച്ചോടിക്കും. അതെന്താ കാരണം? ക്രൈസ്തവ സഭ നേരിട്ട് ഇവിടുത്തെ MP മാരോട് പറഞ്ഞു വഖഫ് ബില്ലിനെ അനുകൂലിക്കണം. പക്ഷെ ഹൈബി ഈഡൻ അനുകൂലിച്ചോ? അപ്പോൾ ക്രൈസ്തവ സഭയുടെ ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷ, ഒരു അഭ്യർത്ഥന അതുപോലും തള്ളിക്കളഞ്ഞ MP മാരാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. പിന്നെ ഇവർ ക്രൈസ്തവ സമൂഹത്തോടും ക്രൈസ്തവ സഭയോടും ഇവർ കാണിക്കുന്ന ഈ ഒരു ക്രൂരത വാസ്തവത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? അപ്പോഴാണ് വഖഫിൻ്റെ ബില്ല് വരുന്നത്. വഖഫ് ബില്ല് വന്നതോടുകൂടി, വഖഫ് നിയമമായതോടുകൂടി, രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമായതോടുകൂടി മുനമ്പത്തെ ജനങ്ങൾക്ക് വലിയൊരു ആയുധം കിട്ടിയിരിക്കുകയാണ്. മുനമ്പത്തെ ജനങ്ങൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. മുനമ്പം പോലെ ഭാരതത്തിലെ മുഴുവൻ സ്ഥലത്തെയും ജനങ്ങൾ വഖഫ് കൊണ്ട് നീതി നിഷേധിക്കപ്പെട്ട ജനങ്ങൾക്കൊരാശ്വാസമായി മാറാണ്. അതുകൊണ്ട് ഈ മുനമ്പത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, അവരുടെ ഉള്ളിൽ ഭീതി ഉണ്ടാക്കാൻ വേണ്ടി ഇതുകൊണ്ട് കാര്യമില്ല, നിയമം കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഇപ്പോൾ ഈ ഒരു നിയമം പാസ്സായ സമയത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്ത ക്രൈസ്തവരെ ഞാൻ തിരിച്ചു വിളിക്കാം. പൂർണ്ണമായിട്ടും ക്രിസംഖികൾ എന്നുള്ള രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അതിനെ ഏത് രീതിയിലാണ് നമ്മൾ കാണാൻ സാധിക്കും? അല്ല, അതൊന്നും നമ്മളങ്ങനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മുനമ്പം വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല. മുനമ്പം വിഷയം എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യൻ്റെ കിടപ്പാടത്തിൻ്റെ വിഷയമാണ്, ഒരു പാവപ്പെട്ടവരുടെ വിഷയമാണ്. ഈ പാവപ്പെട്ടവരുടെ വിഷയത്തിൽ പോലും രാഷ്ട്രീയം കാണുന്ന മൂന്നാംകട പരിപാടിയാണ് കോൺഗ്രസും CPM-ഉം ചെയ്യുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയമല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ്, ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ കിടപ്പാടത്തിൻ്റെ പ്രശ്നമാണ്. നാളെ ഇവർ BJPക്ക് വോട്ട് ചെയ്യുമോ ഇല്ലയോ അതൊക്കെ അവരുടെ ഇഷ്ടം.
പക്ഷെ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പമാണ്. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ ഭൂമി നഷ്ടപ്പെടുന്നതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഞങ്ങൾ മുനമ്പത്തെ ജനങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങളൊരു വാക്കു പറഞ്ഞു, നിയമം കൊണ്ടുവരും. മുനമ്പത്തെ ജനങ്ങൾക്ക് ആശ്വാസകരമായ വഖഫിൻ്റെ പിടിച്ചുപറിയിൽ നിന്ന്, വഖഫിൻ്റെ തട്ടിപ്പിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള നിയമം കൊണ്ടുവരുമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചവരാണ്. ഇനി ഇവിടുത്തെ ജനങ്ങൾ ചിന്തിച്ചോട്ടെ, ആർക്കാണ് മുനമ്പത്തെ രക്ഷിക്കാൻ കഴിയുക എന്ന് ജനങ്ങൾ ചിന്തിക്കും. ജനങ്ങളൊന്നും അങ്ങനെ ഇവരെന്തെങ്കിലും പറയുന്നതൊന്നും കേൾക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കാലം ക്രൈസ്തവ സമൂഹത്തെ, ക്രൈസ്തവ സഭയെ, ക്രൈസ്തവ സമൂഹത്തെ BJPയിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി ധാരാളം കുതന്ത്രങ്ങൾ, കുൽസിതമായ ശ്രമങ്ങൾ. ഏതെങ്കിലും ഒരു നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ക്രൈസ്തവ പള്ളിയിലൊക്കെ കൊണ്ടുവന്ന് അച്ഛന്മാരെയും അതുപോലെ ബിഷപ്പുമാരെയും പാവപ്പെട്ടവരെയും ഒക്കെ, ക്രിസ്ത്യാനികളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനം ഇതൊക്കെ മാറി. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നേരിട്ട്, ചരിത്രത്തിൽ ആദ്യമായിട്ട് നേരിട്ടാണ് ബിഷപ്പുമാരായിട്ടൊക്കെ സംസാരിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയറാണ്. ഭൂമാഫിയക്കെതിരായ പോരാട്ടം, ഭൂമി പിടിച്ചെടുക്കുന്ന, പാവപ്പെട്ടവരുടെ ഭൂമി പിടിച്ചെടുക്കുന്ന, അത് മുസൽമാൻ്റെ ആയാലും ക്രിസ്ത്യാനിയുടെ ആയാലും ഹിന്ദുക്കളുടെ ആയാലും പിടിച്ചെടുക്കുന്ന ഈ വഖഫ് എന്ന് പറയുന്ന ഈ വേതാളത്തെ BJP നിയമം മൂലം തകർത്തിരിക്കുകയാണ്. ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഒരു ഐത്തം ഉണ്ടായിരുന്നു ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്. അത് വലിയ രീതിയിൽ മാറുന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകളും കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ ഇന്ന് വ്യാപകമാണ്. എത്രത്തോളം പ്രതീക്ഷയാണ് BJPക്ക് ഈ ഒരു സമയത്തുള്ള, അല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലുള്ളത്? അല്ല, BJPക്ക് ആരോടും ഐത്തമില്ല. BJPയോടും ആർക്കും ഐത്തം ഉണ്ടായിരുന്നില്ല. തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ തെറ്റിദ്ധാരണ പടർത്തുക എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ലക്ഷ്യം. കാരണം ഈ കേരളക്കരയിലൂടെ BJP വന്നപ്പോൾ ഇവരെന്താ ചെയ്യുക? ഇവരുടെ കാര്യം കഴിഞ്ഞില്ലേ? BJP വരരുത്, ഇന്ത്യ മുഴുവൻ BJPയാണ്. ഇപ്പോൾ ഗോവയിൽ BJP അല്ലേ, അതുപോലെ മിസോറാമിലും എത്ര നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ BJP ഉണ്ട്. അവിടെയൊക്കെ ക്രൈസ്തവ സമൂഹം വളരെ ശക്തമല്ലേ. ഗോവയിൽ നിങ്ങൾ എന്തെങ്കിലും പീഡനമോ അല്ലെങ്കിൽ ഗോവയിൽ എന്തെങ്കിലും പ്രശ്നമോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പം വാസ്തവത്തിലെ ക്രൈസ്തവ സമൂഹവുമായി നല്ല ബന്ധം പുലർത്തി പോകുന്ന ഒരു പ്രസ്ഥാനമാണ് BJP. കേരളത്തിൽ BJPയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് ഹിന്ദുക്കളുടെ ഇടയിൽ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇപ്പം ഈ മുനമ്പത്തെ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കല്ലേ, നിയമം കൊണ്ട് നിങ്ങൾക്കൊരു ഗുണവുമില്ല, ഇത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കല്ലേ. അപ്പോൾ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനം കുറേ കൊല്ലമായി BJPക്കെതിരെ നടക്കുകയാണ്. വർഗീയതയാണ്, ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ആളുകളെ, സവർണന്മാരെ, പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ BJPക്കാർ ചവിട്ടി മെതിക്കും. സവർണ പാർട്ടിയാണ് BJP എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ BJP പ്രവർത്തകർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. അപ്പം വാസ്തവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി MLA, പട്ടികജാതി MP ആരുടെ കൂടെ? BJPയുടെ കൂടെ. ഇതൊക്കെ ഈ കളവും മാത്രം പറയുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ഇടതും വലതും. ജനങ്ങൾ മനസ്സിലാക്കുന്നു. വിരൽത്തുമ്പിൽ വിവരങ്ങൾ വരുന്ന കാലമാണ്. വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അധിക കാലം ഈ തട്ടിപ്പ് പറ്റില്ല. ഉത്തരേന്ത്യൻ വിഷയങ്ങളാണ് കൂടുതൽ ഇവർ പ്രചരിപ്പിക്കുന്നത്. അത് കേരളത്തിൽ വർക്കൗട്ട് ആവും അവർ ലക്ഷ്യം. ഇനിയെങ്കിലും ഈ പറയുന്ന ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ ഇനി ഇതുപോലെ വഞ്ചിച്ചുകൊണ്ടുള്ള ചില നിലപാടുണ്ടല്ലോ, പ്രസ്താവനകൾ, അത് അവർ വിശ്വസിക്കുമോ? ഒരിക്കലും ഇനി അവർ വിശ്വസിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ക്രൈസ്തവ സമൂഹത്തിന് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ബോധ്യമായി. ഇവർ ഞങ്ങളെ വഞ്ചിക്കുകയാണ്, ഇടതും വലതും ഞങ്ങളെ വഞ്ചിക്കുകയാണെന്ന് വളരെ കൃത്യമായല്ലോ. ക്രൈസ്തവ സഭ പറഞ്ഞിട്ട് എന്തുകൊണ്ട് വഖഫ് ബില്ലിനെതിരായി ഇവർ നിലനിന്നു? അപ്പോൾ അവർക്ക് ക്രൈസ്തവ സഭയോ ക്രിസ്ത്യാനിയോ അല്ല വലുത്, അവർക്ക് വലുത് അവരുടെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് സുനിശ്ചിതമായ വിചാരങ്ങളുണ്ട്, ഞങ്ങളുടെ ചിന്തകളുണ്ട്, ഞങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ട്. ഞങ്ങൾ മതം നോക്കിയിട്ടല്ല, മറിച്ച് പാവപ്പെട്ടവരുടെ വിഷയത്തെ ഊന്നി പറഞ്ഞുകൊണ്ടുള്ള ഒരു മൂവ്മെൻ്റാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. തെറ്റിദ്ധാരണ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് മാറി എന്നുള്ളതിൻ്റെ തെളിവാണ് സുരേഷ് ഗോപിയുടെ വിജയം. അത് കേരളം മുഴുവനും സംഭവിക്കും. ഇനി ക്രൈസ്തവരെ ഈ ഇടത്തിൻ്റെ വലതിൻ്റെ പാളയത്തിൽ കെട്ടിയിടാം എന്നവർ വിചാരിക്കേണ്ട. ക്രൈസ്തവർക്ക് കൃത്യമായിട്ടുള്ള ബോധനം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു.